ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി ഇത്തിരി വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ സഹോദരി പേർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് 2026 ജൂൺ മാസം വിവാഹം നടക്കേണ്ടതിനായി താൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് യാതൊരു തടസ്സവും ഇല്ലാതെ ഏറ്റവും അനുഗ്രഹത്തോടെ അത് നടക്കേണ്ടതിനായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ തൻ്റെ മകളുടെ ജോലി ഏറ്റവും അനുഗ്രഹത്തിലേക്ക് വരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ആ വിവാഹത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ബ്രദറിന് വേണ്ടിയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിനും കൂടെ വേഗത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ജോലിക്ക് വേണ്ടിയുള്ള വഴി തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ കോട്ടയത്ത് ഒരു ഭവനത്തിൻ്റെ പണി നടക്കുന്നു. ആ പണി വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതിനായിട്ട് തമ്പുരാൻ വലിയ അത്ഭുതത്തോടെ, അനുഗ്രഹത്തോടെ, ഐശ്വര്യത്തോടെ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികമായ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവമാർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഈ 2026 ഈ കുടുംബത്തിൻ്റെ തലമുറയ്ക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദൈവം അയക്കും. കർത്താവേ, ഇവരെ സന്തോഷവും സമാധാനവും ദൈവികമായ വിടുതലും കാണുന്ന വർഷമാണ്. ഞാൻ ഇവരെ നോക്കി ആത്മാവിൽ ഇങ്ങനെ ഒരു പദം പറയുകയാണ്: ദൈവിക സമാധാനം. മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. വലിയ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെ വർഷമായി തീരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർ മുഖാന്തരമാണ് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അളവില്ലാത്ത ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ഇവരുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ജൂൺ മാസം നടക്കുന്ന വിവാഹത്തിൽ യാതൊരു തടസ്സമില്ലാതെ ഏറ്റവും ഐശ്വര്യത്തോടെ, ഏറ്റവും വലിയ നന്മയോടെ കൂടെ കർത്താവേ ആ വിവാഹം നടക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അതേപോലെ തന്നെ ആ മകളുടെ ജോലിയിൽ വലിയ ഉയർച്ച സൗത്ത് ആഫ്രിക്കയിൽ സംഭവിക്കണമേ അപ്പ. കർത്താവേ, അതേപോലെ തന്നെ ഹല്ലേലൂയ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മകൻ്റെ ജീവിതത്തിലും സൗത്ത് ആഫ്രിക്കയിൽ ഒരു വാതിലൊക്കെ തുറക്കണമേ അപ്പ. അത്ഭുതകരമായ വിടുതലുകൾ ചെയ്യുന്നതിനായി സ്തോത്രം. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് നാട്ടിലെ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവേ, വലിയ ആ വിടുതലുകൾ ആ ഭവനത്തിൽ സംഭവിക്കുന്ന പണി വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. വലിയ നന്മ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന പ്രിയ സഹോദരിക്കും ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാ മേഖലയിലും സൗഖ്യവും വിടുതലും അത് പകരണമേ അപ്പ. കർത്താവ് അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ മുമ്പോട്ട് നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഫേവർ അവരുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ വലിയ കരമാണ്, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ അതേ നിലയിൽ ആഴമായി ഒന്ന് ശ്രദ്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്ന ആഴം നിങ്ങളുടെ മുകളിലേക്ക് വെളിപ്പെട്ട് വരും. സകല ജാതികൾക്ക് മീതെ ഞാൻ നിന്നെ ഉന്നതമാക്കുമെന്ന് പറഞ്ഞ വചനത്തിനകത്ത് വെളിപ്പെടുന്ന ആഴം ഇന്ന് എന്നെ കാണുന്ന ചിലവരെ മുകളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ, മുമ്പോട്ട് ഇനി എങ്ങനെ പോകണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ ആഴം ഓർപ്പിക്കുകയാണ്. ഇതാ, വചനത്തിന് നിൻ്റെ പാതയെ നേരെയാക്കാൻ പറ്റും. വചനത്തിന് നിൻ്റെ പാതകളെ നേരെയാക്കാൻ പറ്റും.
119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞു, എൻ്റെ പാതയ്ക്ക് പ്രകാശം കൊണ്ടുവരുന്ന, എൻ്റെ പാതയെ നേരെയാക്കുന്ന അങ്ങയുടെ തിരുവചനത്തിൽ ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ അസാധാരണമായ വലിപ്പങ്ങൾ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ലജ്ജയെ മാറ്റുന്ന, നിന്ദയെ മാറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ആശ്രയിക്കുകയാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം പറയുന്നു, യഹോവേ, ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനായിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മെ പ്രാപ്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഒന്നുകൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാകാം, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ സംഭവിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. പ്രിയരേ, ഈ വചനത്തിനകത്ത്, ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കണം. ദൈവം ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വഴി എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും തുറക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയണം, വചനത്തിനും ബന്ധനമില്ല. ഈ വചനം എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പറ, സൗഖ്യമാക്കുന്ന, നമ്മുടെ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പറ, നിങ്ങൾക്കിനി സൗഖ്യമില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഉയരാൻ പറ്റത്തില്ലെന്ന് നിങ്ങളെ നോക്കി ശത്രു പറയുന്നുണ്ടാകാം. പക്ഷേ ഈ വചനത്തിനകത്ത് നിങ്ങൾ ഉറയ്ക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം ആറ്റിനരികത്ത് നട്ടതും തക്ക കാലത്ത് ഫല കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ സീസണുകളെ ശത്രുവിന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നീ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഈ വചനത്തിന് നിനക്ക് പുതിയ ചില സീസണുകളെ തുറന്നു തരാൻ പോകുകയാണ്. ഇതാ ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ചിലവരെ നോക്കി ആത്മാവിൽ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. കാരണം ദൈവവചനത്തിൻ്റെ ശക്തിക്ക്, ദൈവ ശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിൽ പുതിയതിനെ ഉളവാക്കാൻ കഴിയും. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനു മീതെ ഇരുളുമായിരുന്നു. 3 തിന്മകൾ ഭൂമിയിൽ വെളിപ്പെട്ടിരുന്നു. ഭൂമി ഷേപ്പില്ലാത്ത നിലയിലാണ് കിടന്നത്. 1 പാഴാകുന്ന, 2 ശൂന്യമാകുന്ന, 3 ഇരുളാകുന്ന. നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് ഇപ്പോൾ പറയുകയും ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ തലമുറ പാഴായി പോയിട്ടുണ്ട്, എൻ്റെ ജീവിതം പാഴായി പോയിട്ടുണ്ട്, എനിക്കിനി ഒരു മറുപടിയില്ലെന്ന് പറയുമ്പോൾ ദൈവശബ്ദത്തിന്, ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ച്. 1, പാഴായ അനുഭവം. ഹല്ലേലൂയ. പാഴായ വർഷങ്ങൾ, പാഴായ ജീവിതം, പാഴായ തലമുറകൾ, പാഴായ അനുഭവങ്ങളിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവവചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഗതിയെ തിരിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ സീസണെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്ന് പാഴും 2 ശൂന്യമെന്ന് പറയുമ്പോൾ എല്ലാം ശൂന്യമാക്കപ്പെട്ടോ, ഇനിയൊരു മറുപടിയില്ലെന്ന് പറയുമ്പോൾ ദൈവവചനത്തിനകത്ത് വെളിപ്പെടുന്ന ആഴത്തിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ഇതാ കൃപമേൽ കൃപ നിന്റെ വെളിയിൽ വെളിപ്പെടാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:16 പറയുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ശൂന്യതകളെ മാറ്റുന്നൊരു കൃപ, ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ഭയങ്കരമായ ഫേവറുകൾ നിങ്ങളുടെ വെളിയിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, കാട്ടിൽ മാത്രം തീരുമെന്ന് അപ്പനും സഹോദരന്മാരും വിചാരിച്ച ദാവീദിനെ ആളയച്ച് വിളിച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് ഇതാ രാജകീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ, രാജാവാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു ഉയരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യതകൾ മാത്രം പറഞ്ഞു തീരുന്നവർക്ക് വേണ്ടി അസാധാരണമായ വിടുതലുകൾ. ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞാൽ, പത്രോസിൻ്റെ പടകിനകത്ത് കയറി യേശു ഹല്ലേലൂയ പത്രോസിനോട് പറയാണ്, ആഴത്തിൽ നീക്കി വലയിറക്കുക. പത്രോസിന് പറയാനുള്ളത്, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എൻ്റെ പടകും ഞാനും ശൂന്യമാണ്, എൻ്റെ വല ശൂന്യമാണ്. എങ്കിലും നിൻ്റെ വാക്കിന്, നിൻ്റെ വചന
വചനത്തിന്, നിന്റെ ശബ്ദത്തിന് ഞാൻ ബലിയിറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആത്മാവിൽ ആരെയൊക്കെ നോക്കി വിളിച്ചു പറയുന്ന ഈ പുസ്തകം, ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിച്ചാൽ ഇത് സൂപ്പർ നാച്ചുറലാണ്. ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, സുവിശേഷത്തിന് വലിയ ശക്തിയുണ്ട്, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ഈ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ആഴമായി വിശ്വസിക്കുക. ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ പ്രതീക്ഷകൾ തരുന്നതാണ്, വലിയ പ്രത്യാശ തരുന്നതാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, തീർന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് യോബ് പറയുകയാണ്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, വൃക്ഷത്തിന് ഹല്ലേലൂയ വെട്ടേറ്റാലും അത് പൊട്ടിക്കിളിർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴായി പോയ അനുഭവത്തിനകത്ത്, ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിനകത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ മനം തിരിയുമെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മനം തിരിയുമെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്, അസാധാരണമായ ദൈവപ്രവൃത്തി, അസാധാരണമായ ഫേവർ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്? ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. കർത്താവെ, ദൈവവചനത്തിൻ്റെ, ദൈവശബ്ദത്തിൻ്റെ ആഴത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പാഴായ, ശൂന്യമായ, മൂന്നാമത്തത് ഇരുളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇരുളായ അനുഭവത്തിനകത്ത് നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവശബ്ദം വെളിപ്പെട്ടു വരും. ദൈവവചനത്തിൻ്റെ ആഴം, ഈ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്ന് അയക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ പത്രോസിൻ്റെ പടക് നിറഞ്ഞതുപോലെ ആ ശൂന്യതകളെ മാറ്റാൻ അല്ലെങ്കിൽ പത്രോസ് പറയാണ്, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കിയാണ്. അല്ലെങ്കിൽ ആ ശൂന്യതകളെ മാറ്റുന്ന നിറവ് ഇതാ പത്രോസിൻ്റെ പടകിൽ വെളിപ്പെട്ട് വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അർഹിക്കാത്തത് ചിലത് തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സുവിശേഷത്തിനകത്ത് വിശ്വസിക്കുമ്പോൾ ഏറ്റവും വലിയ ആഴം, ഈ ദൈവവചനത്തിനകത്ത് വിശ്വസിക്കുമ്പോൾ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ നിന്നൊരു കുടുംബം എന്നെ കാണാൻ കടന്നു വന്നു. അവർ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് അവർ ഒത്തിരി വിഷയങ്ങളായിരിക്കുന്നു. പക്ഷെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഭാരം മാറി, അവരെ പ്രയാസം മാറി. 30 വർഷമായിട്ട് ഒരു വിടുതലില്ലാതെ, അറിയാം 1-2 വർഷമല്ല, 30 വർഷമായി ഒരു വിടുതലില്ലാതെ ശരീരം മുഴുവൻ രോഗവും പ്രശ്നമായിരുന്നവൻ ആ വചനത്തിനകത്ത് ഉച്ചയ്ക്ക് 1:30 മുമ്പേ ആ വ്യക്തിക്ക് വിടുതൽ നടക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയാണ്, അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വന്ന് പറയാണ്, ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറയുന്നിടത്ത് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വിടുതലയച്ചു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിന് ജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിന് ജീവനുണ്ട് പ്രിയരെ. ഈ വചനം ആത്മാവുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എവിടെയാണോ വഴി തുറക്കേണ്ടത്, എവിടെയാണോ വിടുതൽ അയക്കേണ്ടത്, അവിടെ ഇപ്പോൾ വിടുതലുകൾ വെളിപ്പെട്ടു വരും, അവിടെ ഇപ്പോൾ അത്ഭുതം വെളിപ്പെട്ടു വരും. ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ആഴം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറക്കട്ടെ. ഞാൻ ഇന്നത്തെ ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കുന്നത്, പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ മറുപടി പറയുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മടിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ മറുപടികളുണ്ട്. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ആഴമായ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ അറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ വാതിലടഞ്ഞാലും സുവിശേഷം സുവാർത്തയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഏറ്റെടുത്തോ. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ഏത് മീഡിയ മാർഗത്തിലാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, ഇത് സുവാർത്തയാണ്, ഇത് അത്ഭുതമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകളെ തുറക്കും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് ഗുഡ് ന്യൂസ് പറയുകയാണ്. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന വലിയ ദൈവദാസൻ തൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു വ്യക്തി മരിക്കാറായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഡോക്ടർമാർ വന്ന് പറഞ്ഞു, അറിയിക്കാനുള്ളവരെല്ലാം അറിയിക്കാൻ പറഞ്ഞു. തന്നെ കാണുവാനായിട്ട് തൻ്റെ ഏറ്റവും അടുത്ത സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ വിസിറ്റ് ചെയ്യുകയാണ്. ആ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരോടും ആ കിടക്കയിൽ കിടന്ന്, താനൊരു ദൈവവിശ്വാസിയല്ല, താൻ അവരോട് പറയുകയാണ്, ഇനി എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ലല്ലോ, താൻ വേഗത്തിൽ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ദുഃഖകരമായ വാർത്തകൾ എല്ലാവരോടും പറയുമ്പോൾ, ഇതാ ഒരു ദൈവവിശ്വാസി, അറിയാം ദൈവത്തെ ആശ്രയിക്കുന്ന ഒരുവൻ തന്നെ കാണാൻ ചെല്ലുകയാണ്. അദ്ദേഹത്തോടും ഈ രോഗിയായ മനുഷ്യൻ ഈ വാർത്ത പറയുമ്പോൾ
അദ്ദേഹം പറയാണ്, ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി ഹല്ലേലൂയ നീ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഹല്ലേലൂയ ആ കിടക്കയിൽ കിടക്കുന്ന ആ വ്യക്തിയോട് പറയുകയാണ്, ഇപ്പോൾ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുക, നിനക്ക് നിത്യജീവനുണ്ട്. അറിയാം, നമ്മൾ നിത്യതയിൽ വീണ്ടും കാണും. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ബൈബിൾ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആഴം 70-80 കൊണ്ടോ തീരുന്നതല്ല പ്രിയരെ. കോടാനുകോടി വർഷം തൻ്റെ പിതാവുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ വിളിയാണ് നമ്മുടെ മേളിൽ കിടക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹസ്വരൂപൻ പ്രാർത്ഥിച്ച ദൈവത്തിനെ ആശ്രയിച്ച ഓരോ ദൈവവൈതലും തിരിച്ചറിയുക, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവികമായ വലിയ ചലനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നശിക്കത്തില്ലെന്നുള്ളതും നിങ്ങൾ ലജ്ജിക്കത്തില്ലെന്നുള്ളതും സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ആഴമാണ്. സുവിശേഷത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ വാക്യങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, പുത്രനായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെയും എൻ്റെയും മേളിൽ കിടക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, പ്രോമിസുകളിൽ ഒന്നാണ്, നശിക്കത്തില്ല. ഇനി എന്തെല്ലാം നിരകളിൽ നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയാലും യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ ഇല്ലാതായി തീരത്തില്ല. അതേ നിലയിൽ തന്നെ റോമാലേഖനം 10-ാം അധ്യായം നമ്മോട് പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. ഈ 2 പദങ്ങൾ നിങ്ങൾ ആഴമായി സ്വീകരിക്കണം. 1, ഞാൻ ലജ്ജിക്കത്തില്ല. 2, ഞാൻ നശിക്കത്തില്ല. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ ഇപ്പോൾ ഒന്നുകൂടെ ഓർപ്പിക്കുക, പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടുക്കരുത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വലിയ നിലയിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ ഈ ആരംഭത്തിൽ ചില മാതാവും പിതാവും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ നാളുകളായിട്ടുള്ള കണ്ണുനീര് നിങ്ങളുടെ തലമുറകളെ ഓർത്താണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ ടെസ്റ്റിമണിയിൽ ഒന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ കൈമാറുന്നത്. വലിയ സുവിശേഷകൻ, വലിയ നിലയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ആ ദൈവദാസൻ തന്നെ വിളിച്ച് ആ മീറ്റിങ്ങിലേക്ക് താൻ കടന്നു പോവുകയാണ്. തൻ്റെ കാറിൽ ഇരിക്കുമ്പോൾ, താൻ മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ റോഡ് സൈഡിൽ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് മയക്കുമരുന്നിന് അടിമയായി ആ റോഡ് സൈഡിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഏകദേശം ഒരു ഉച്ച കഴിയുന്ന സമയമാണ്. ഹല്ലേലൂയ. വൈകുന്നേരത്തോട് അടുക്കുകയാണ്. താൻ ഹല്ലേലൂയ അതിനെ കണ്ടിട്ട് ആ വ്യക്തിയെ കണ്ടിട്ട് ആ സുവിശേഷകൻ്റെ ആ വലിയ ദൈവദാസൻ്റെ ഉള്ളിൽ ഒരു ഭാരം തോന്നി. കർത്താവേ, തലമുറകൾ നശിക്കുന്നല്ലോ. ഉള്ളിലൊന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അകത്തൊരു ശബ്ദം കേൾക്കുകയാണ്, കാറ് നിർത്തുക, അവനെ വിളിക്കുക, നിന്റെ കാറിൽ കയറ്റുക എന്നുള്ളത്. താൻ വാഹനം പിന്നിലോട്ട് കൊണ്ടുവന്നു. ഡ്രൈവറിനോടുകൂടെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ ഒന്ന് താങ്ങി വണ്ടിയിൽ കയറ്റാം. അങ്ങനെ താൻ ഹല്ലേലൂയ എവിടെയാണോ മീറ്റിങ്ങിൽ ചെന്ന് പ്രസംഗിക്കേണ്ടത് അവിടെ ചെന്ന് 2 പേരും കൂടെ പിടിച്ചുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ ആ വലിയ ഗ്രൗണ്ടിൻ്റെ ആ പിൻപുറത്ത് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പിറകിലായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി. ഹല്ലേലൂയ. അവിടെ ഇരുത്തിയിട്ട് താൻ സ്റ്റേജിലേക്ക് കടന്നുപോയി. തൻ്റെ പ്രസംഗം തുടങ്ങി ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, ഓൾമോസ്റ്റ് താൻ പറയുന്നത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിറകിലേക്ക് ആൾക്കാരെല്ലാം ഓടിക്കൂടുന്ന നിലയിൽ വലിയ നിലവിളി പൊങ്ങി. താനും ശ്രദ്ധിക്കുമ്പോൾ താൻ കൊണ്ടുവന്നവൻ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കുകയാണ്. ആൾക്കാരെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. തൻ്റെ നിലവിളി കണ്ടപ്പോൾ ഈ സുവിശേഷകൻ, ഈ ദൈവവചനം പ്രസംഗിക്കുന്ന അദ്ദേഹം, ആ ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലിയ കണ്ണുനീരോടാണ് വരുന്നത്, വലിയ നിലവിളിയോടാണ് വരുന്നത്. ആ സ്റ്റേജിൽ വന്ന് ആ ദൈവദാസൻ്റെ അടുക്കൽ വന്ന് കൈകൂപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ജീവിക്കുകയാണ്. താൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം കണ്ണുനീരോടെ ആ ദൈവദാസൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, എൻ്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എൻ്റെ അമ്മ നിത്യത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ മരിച്ചിട്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇന്നും ജീവിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു ഞാൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത്, ഞാൻ ദൈവത്തെ അറിയണമെന്നുള്ളത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് അത് അസാധ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ജീവിക്കുകയാണ്. ഞാൻ ആരെയൊക്കെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയാണ്, നീ പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, പ്രാർത്ഥനയിൽ മടുക്കരുത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരത്തില്ല. ദൈവസന്നിധിയിൽ കരയുന്ന നിന്നോട് എനിക്ക് പറയാനുണ്ട്, നീ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ആ നിലയിൽ നിൽക്കുമ്പോൾ ഈ എപ്പിസോഡിനകത്ത് ഞാൻ നിങ്ങളോട് ചില വാക്യങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. ആ വാക്യത്തിൻ്റെ ആരംഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നാം ചോദിച്ചതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ മറുപടികളെ പറയുന്ന ഒരു വലിയ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആവേശത്തോടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ മറുപടികൾ വരും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ ചലനത്തെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ലജ്ജിക്കത്തില്ല കേട്ടോ. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവരാണെങ്കിൽ നിങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കരയത്തില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില മറുപടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. പഴയ നിയമത്തിൽ ശലോമൻ അല്ലെങ്കിൽ സോളമൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുമ്പിൽ വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്ന ജനത്തെ നടത്തേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, താൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് കടന്നു വരാം പ്രിയരെ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വരാം. ആകയാൽ യഹോവയായ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദിനോട് നിന്റെ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. അതിൻ്റെ 10-ാമത്തെ വാക്യം, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഇതാ ശലോമൻ അല്ലെങ്കിൽ സോളമൻ ദൈവത്തോടൊരു പ്രാർത്ഥന കഴിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. ഇതാ തലമുറ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ വലിയ ജനത്തെ നടത്തുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അവൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഇതാ ദൈവം മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 11-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 11-ാമത്തെ വാക്യം, അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും. 12-ാമത്തെ വാക്യം, ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിച്ചിട്ടില്ലാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുൾ ചെയ്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ശലോമോൻ ചോദിച്ചത് ജ്ഞാനവും വിവേകവുമാണ്. പക്ഷെ ദൈവം പറയാണ്, നിനക്ക് മുമ്പുള്ളതും നിനക്ക് പിൻപുള്ളതും എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പെയുള്ള രാജാക്കന്മാര് നിനക്ക് ശേഷം വരാനുള്ള രാജാക്കന്മാർക്കും തരാത്തത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ശലോമോൻ ചോദിച്ചത് ജ്ഞാനവും വിവേകവുമാണ്. എൻ്റെ ദൈവം അവൻ്റെ മേളിൽ പകരുന്നത് ഭയങ്കരമായ വർധനവാണ്. അവൻ്റെ മേളിൽ വലിയ ധനവും സമ്പത്തും മാനത്തെ കൂടെ ദൈവം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം ആരാന്ന് നാം തിരിച്ചറിയണം. പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ശലോമോൻ സാധാരണമായ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അസാധാരണമായി അവനെ മാനിക്കുന്ന രീതിയിൽ ദൈവം അവൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഓടി വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, 38 ആണ്ട് രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ, ഒരു തളർവാദ രോഗിയെ നമുക്ക് കാണാൻ കഴിയും. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ്റെ അടുക്കൽ വന്ന് അവനോട് യേശു അവൻ്റെ പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാൽ 7-ാമത്തെ വാക്യം അവൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ പ്രാർത്ഥനാ വിഷയം ഈ 38 ആണ്ട് അവൻ അവിടെ കിടക്കുന്നത് എങ്ങനെയും ആ കുളത്തിൽ ഇറങ്ങി ഒരു സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. അവൻ യേശുവിനോട് പറയുകയാണ്, എന്നെ സഹായിക്കാൻ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എനിക്ക്. ഞാൻ അതിലേക്കൊന്ന് ഇറങ്ങാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി വേറൊരാൾ ഇറങ്ങുകയാണ്. ഇതാ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുന്ന പദങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം.
അവൻ അവൻ്റെ പ്രാർത്ഥന വിഷയം പറയാണ്, എന്നെ ഈ വിഷയത്തിനകത്ത് സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവനോട് 8-ാമത്തെ വാക്യത്തിൽ മറുപടി പറയാണ്. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. യേശു അവന് മറുപടി കൊടുത്തത് വലിയ മറുപടിയാണ്. ഞാൻ നിന്നെ ആ കുളത്തിൽ ഇറക്കാമെന്നോ ഞാൻ നിന്നെ താങ്ങാമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. നിന്റെ പ്രാർത്ഥന ആ കുളത്തിൽ ഇറങ്ങണമെന്നുള്ളതാണല്ലോ. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് മറുപടി പറയുന്നത്, നീ കുളത്തിൽ പോവുകയും വേണ്ട, നീ അതിനുവേണ്ടി ഇനി കാത്തിരിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചിലവർക്ക് വേണ്ടി അസാധാരണമായ ചില മറുപടികൾ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരികയാണ്. കാരണം നീ ചോദിച്ചതിനേക്കാൾ വലിയ മറുപടി പറയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എനിക്ക് വലിയ ഉറപ്പുണ്ട്, എന്നെ കാണുന്ന അനേകരുടെ ജീവിതത്തിനകത്ത് അസാധാരണ മറുപടികൾ വരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചത് വലിയവനായ ദൈവത്തോടാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുകയും നേരിട്ട് കടന്നു വരികയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം. നമ്മുടെ ഈ മീറ്റിങ്ങുകൾ എറണാകുളത്തും തൃശ്ശൂരും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ആയിട്ടാണ് നടത്തപ്പെടുന്നത്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നടക്കുന്ന മീറ്റിങ്ങുകൾ നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഒരു ദിവസമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കടന്നു വരണം. ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. കാരണം അസാധാരണമായ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ പ്രാർത്ഥനയിൽ ചലിക്കുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഈ വർഷം ദൈവിക വിടുതലിൻ്റെ വർഷമാണ്. ഈ വർഷം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന വർഷമാണ്. എൻ്റെ മകനോട് പറഞ്ഞു, മകളെ ഇത്രയും പ്രായമായല്ലോ, റൂബിൻ ഫ്രാൻസിസ് എന്നാ പേര്. ഞാൻ മോനോട് പറഞ്ഞു, നമുക്ക് പാസ്റ്ററോടും ചെന്ന് പറഞ്ഞ് നമുക്കൊരു മാട്രിമോണിയിലെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണമെല്ലാം ശരിയായി. അത് വേണോ വേണ്ടയോ എന്നുള്ള തട്ടിൽ അങ്ങനെ നിന്നു. ദൈവഹിതപ്രകാരം കഴിഞ്ഞ മാസം 14-ാം തീയതി അവൻ്റെ കല്യാണം കഴിഞ്ഞു. അത് നമ്മുടെ പാസ്റ്റർ തന്നെയാണ് നടത്തി തന്നത്. തിരുവനന്തപുരത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അസാധാരണമായ കല്യാണമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഓഗസ്റ്റ് 14-ാം തീയതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്ത റോയ് പാസ്റ്ററിനും കൃപ സിസ്റ്ററിനും അവരായിരുന്നു നന്ദി. തുടർന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥന ചോദിക്കുന്നു. താങ്ക് യു. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും വലിയവനായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ മറുപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അസാധാരണ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറക്കട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇവരിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ അളവില്ലാത്ത ദൈവകൃപ ആവരിക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ മറുപടികൾ സംഭവിച്ചതിനായി നന്ദി കർത്താവേ. ഓരോരുത്തരെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനായി, ഓരോരുത്തരെയും അങ്ങ് വിടുവിക്കുന്നതിനായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഒരു വലിയ ആൻസറിൻ്റെ എപ്പിസോഡാണ്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഇവർ ലജ്ജ മാറുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തികൾ, ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണെങ്കിൽ വേഗത്തിൽ തന്നെ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടി, വാട്സാപ്പിൽ വിളിക്കുന്നവർക്ക് വേണ്ടി ഞാൻ തന്നെ മറുപടി പറയും. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ വലിയ പ്രാർത്ഥനകളുടെ മറുപടികൾ കാണുവാൻ ഒരുമിക്കാം. പ്രിയരെ, ദൈവപ്രവർത്തിക്കായി ഒരുമിക്കാം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.